വിജയൻ CMRL നിന്നും കൈപ്പറ്റിയ തുക, അതുകൂടാതെ മറ്റൊരു കമ്പനി, CMRLന്റെ തന്നെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കമ്പനിയാണെന്ന് കേൾക്കുന്നു, അതിനകത്ത് നിന്നൊക്കെ കൈപ്പറ്റിയ തുക ആദായ നികുതി അടച്ചു എങ്കിൽ പോലും എന്ത് സേവനത്തിനാണ് എന്നത് വെളിപ്പെട്ടില്ല എന്നതിന്മേൽ SFIO ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാം വീണയെ എന്ന രീതിയിൽ വരെ എത്തി നിൽക്കുകയാണല്ലോ. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ CPM-കാരുടെ കുറെ പ്രതികരണങ്ങളാണ് നമ്മളെ കൂട്ടുകൂടെ ചിരിപ്പിക്കുന്ന ഒരു സംഗതി. അതിലൊരു പ്രതികരണമാണ് രാവിലെ ഞാൻ കണ്ടത്, TP രാമകൃഷ്ണന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് മകൾക്കെതിരെ വന്നൊരു കേസിന് എന്തിനാണ് മുഖ്യമന്ത്രിനെ കൂട്ടിക്കെട്ടുന്നതെന്നാണ്. ഞാൻ ചോദിക്കട്ടെ TP രാമകൃഷ്ണൻ സാറേ, ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് വീണയെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ട് കൊടുക്കുമോ അവർക്ക് 2 കോടിയും 2.5 കോടിയും ഒക്കെ? എന്തിനാ കൊടുത്തത്? എന്ത് പേരും പറഞ്ഞാ വാങ്ങിയത്? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട്. ആദായ നികുതി വകുപ്പിൽ നിന്നും ആദ്യമേ തന്നെ ഈ ഒരു പരാതി ഫോർവേഡ് ചെയ്തു പോകുമ്പോൾ അതിൽ വ്യക്തമായി മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഈ അധികാരം കയ്യിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകൾ എന്ന നിലയിൽ സേവനം കൊടുക്കാതെ പൈസ കൈപ്പറ്റി. ഇത് മുഖ്യമന്ത്രി അറിയാതെയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ വീണ മുഖ്യമന്ത്രിയുടെ മകളെ അല്ലെന്നോ? രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ച് നിൽക്കണം പ്ലീസ്. ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തൂടി നിങ്ങൾ വരുന്നുണ്ട്. ഗോവിന്ദ മാഷ് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമായിട്ട് നേരിടും എന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് പോലും നൽകാതെ ഓടിക്കളയുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടു. സോ സെയിം കോൺട്രയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇതിന്റെയൊക്കെ വിഹിതം കിട്ടിയിട്ടുള്ള ആളുകൾ ന്യായീകരിക്കും, അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ പല ഭാഗത്തു നിന്നും കേസിനെ കേസായിട്ട് അവർ നേരിടട്ടെ എന്നുള്ള വർത്തമാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി ഇത്രയധികം കോടികൾ വാങ്ങിയത് എന്തിന്റെ പേരിലാണ്? പിന്നെ കുറെ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് പറയുന്നത് ആദായ നികുതി അടച്ചിട്ടുണ്ടെന്ന്. അത് ശരി, ഞാൻ കക്കുന്ന കാശിനെല്ലാം ആദായ നികുതി അടച്ചാൽ മതിയോടാവേ, അല്ലാതെ ഞാൻ എന്തിനാ ഈ കാശ് കൈപ്പറ്റിയതെന്നൊന്നും ആദായ നികുതി വകുപ്പിന് ചോദിക്കാൻ പാടില്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൊട്ടത്തരം ഒന്നും ഇവിടെ വിലപ്പോവില്ല. അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് കേട്ടു, ആദ്യം പ്രോസിക്യൂട്ട് ചെയ്യട്ടെ, എന്നിട്ടാണല്ലോ ബാക്കി.